എന്റെ പൊന്നു സാറേ, അല്പം ചട്ടം പിത്തറില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഈ PC ജോർജ് എന്ന് പറയുന്ന ആള് ഗുണ്ടയാണ്. പോടെ വെറുതെ കൈമനക്കെടുത്താതെ. ഞാൻ കാണിച്ചു തരാം ഇപ്പൊ. അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. ആർക്കാ പറയാൻ ധൈര്യം? എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പറയാം. അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഈ PC ജോർജ് എന്ന് പറയുന്ന ആള് ഗുണ്ടയാണ്. ആഞ്ജനേയ സ്വാമി, ഒരുമാതിരി അനാവശ്യം പറയരുത്. പോടാ എന്റെ മുമ്പിൽ നിന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ പുള്ളി വല്ലാതെ ഫീൽ ചെയ്തു. കണ്ണങ്ങ് പറഞ്ഞു, എനിക്കും വല്ലാതെ ഫീൽ ചെയ്തു. ഇവിടെ നോക്കുക, ഇങ്ങോട്ട് നോക്കുക. അതോ എന്തും ആളുടെ മുഖത്ത് നോക്കി പറയാമെന്നുള്ളൊരു തന്റെ ഇടമുണ്ട്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. തനിക്ക് ഇവിടെ കുറച്ച് സ്വാതന്ത്ര്യം തന്നു കരുതി മേലാൽ ഇമാതിരി മണ്ടത്തരങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നള്ളിക്കരുത്. കുറെ പൊട്ട കണക്കുകൾ മാത്രം ജനത്തിന് മുന്നേ നിർത്തിയിട്ട് ഓഹോ, അപ്പൊ കണക്കെടുപ്പിന് വന്നതാണ്. കേരളം വെള്ളരിക്ക പട്ടണമാണെന്ന് പറഞ്ഞു. മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. എന്നെ ഇത് മേടിക്കുന്ന ലക്ഷണമാണ്. എടാ മോനെ, നിനക്ക് വിദ്യാഭ്യാസമേ ഉള്ളൂ, വിവരമില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കേന്ദ്ര സംസ്ഥാന ജില്ലാ തലങ്ങളിൽ നിരവധി അനുയായികളുള്ള എന്നെ പോലൊരു നയതന്ത്രജ്ഞനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ കേരളം ഒട്ടാകെ ഇളകും. പൊട്ട കിടക്കുന്നത് ഞാൻ പറയുന്നത് കണക്ക് വായിച്ചു നോക്കണം, മനസ്സിലായോ? താൻ ആരോടാ സംസാരിക്കുന്ന അറിയാം. വായിച്ചു നോക്കണം, ശരിയാണോ എന്ന് പഠിക്കണം, മനസ്സിലായോ? എന്നിട്ട് വർത്താൻ. അപ്പൊ സാർ കാര്യമായിട്ട് തന്നെയാണോ പറഞ്ഞത്? യെസ്. അവന്റെ ഒരു കണ്ണടയും കോട്ടും കോപ്പും മുക്കുകൊണ്ടും പറ്റിപ്പോയി. ഇതിലൂടെ മഠയന്മാരാണ് കുഴപ്പം. ശരിയാണെന്നാണോ പറയുന്നത്? ഞാൻ പറയുന്നത് കണക്ക് ശരിയാ. ഒരുമാതിരി ഇരുത്തുന്ന വർത്താനം പറയരുത് മോനെ, അങ്ങനെയുള്ള ഒരുമാതിരി നമ്പേഴ്സ് ഒന്നും ഈ പണിക്കരേട്ടന്റെ അടുത്ത് വേണ്ട കേട്ടാ. ഉണ്ടായത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ. അല്ലേ ഇല്ലേ ഒന്നുമില്ലേ. എന്തോ ആളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്നതോ? ആ മുഖത്തൊക്കെ പറയും, ഇതുപോലെ വർത്താനം മുഖത്ത് അടിച്ചുകൂടെ പറയും. ഇയാളെന്റെ ഉയരം കൊണ്ടേ പോവും. പറയണം. അതാണ് PC ജോർജ് എന്ന വ്യക്തിയെ മറ്റുള്ള ജനപ്രതിനിധികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. എന്താ പറഞ്ഞ പോടത്തെണ്ടിന്ന് അങ്ങനെ മര്യാദക്ക് പറ. വരട്ടെ.